വീണ്ടും കാണേണ്ടവന് എന്റെ കണ്ണുകൾ തുറക്കണമോ? നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീ അത്ഭുതങ്ങൾ കാണണം. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവം തീയായി വെളിപ്പെടാറുണ്ട്. ചിലരുടെ മുന്നിൽ ദൈവം തീയായി വെളിപ്പെടാറുണ്ട്. ചില പർവ്വതങ്ങളിൽ ദൈവം തീയായി വെളിപ്പെടാറുണ്ട്. ചില പർവ്വതങ്ങളിൽ അവൻ തീയായി വെളിപ്പെടാനുണ്ട്. അതിൻ്റെ കാരണം, ചില കാരണങ്ങൾ അതിൻ്റെ മുന്നിലുണ്ട്. കാരണമില്ലാതെ ദൈവം തീയായി വെളിപ്പെടുകയില്ല. ദൈവം തീയായി വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും കാണത്തില്ല. അതാണ് കുഴപ്പം. ദൈവം തീയായി വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വെളിപ്പെടുന്ന സ്ഥാനത്ത് ഒരു കരിയില പോലും കാണുകയില്ല, ഒരു കുറ്റിച്ചെടി പോലും കാണുകയില്ല, ഒരു ശക്തി പിന്നെ അവിടെ കാണുകയില്ല, ഒരു ഇരുളിൻ്റെ വ്യാപാരം അവിടെ കാണുകയില്ല, ഒരു പാമ്പും അവിടെ കാണുകയില്ല, ഒരു പഴുമാരയും അവിടെ കാണുകയില്ല, ഒരു ക്ഷുദ്രജീവികളും പിന്നെ അവിടെ കാണുകയില്ല. കാരണം അവൻ തീക്കകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആ തീയുടെ ചൂടിൽ പലതും ചാമ്പലായി മാറുന്നതാണ് ഇന്നലെയുടെ ആളുകൾ കണ്ടിട്ടുള്ളത്. ഒരു വെളിപ്പാട് ഞാൻ കൈമാറുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആമേൻ നടുവിൽ ഇരിക്കുന്ന ദൈവപൈതലിനോട് ആത്മാവിടപെടുന്നത് അവൻ തീയാൽ വെളിപ്പെടുന്ന ദൈവമാണ്. ഒരുപക്ഷെ ഇന്ന് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ തീയായി വെളിപ്പെടുന്ന ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. കരങ്ങളെ ഉയർത്തിയ ദൈവത്തെ സ്തുതിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം തീ കത്തുന്നതുമായ പർവ്വതത്തിലും, തീ കത്തുന്ന പർവ്വതം എന്താണ്? തീ കത്തുന്ന പർവ്വതം, തീ കത്തുന്ന പർവ്വതം സാധാരണ എവറസ്റ്റ് കൊടുമുടി, എവറസ്റ്റ് പർവ്വതം എന്ന് പറയുന്നത് തീ കത്തുന്ന പർവ്വതമല്ല. അത് മഞ്ഞ് കൊണ്ട് നിറഞ്ഞു കിടക്കുന്നതായ നിബിഡമായി കിടക്കുന്ന പർവ്വതമാണ് എവറസ്റ്റ്. ഹിമാലയ പർവ്വതങ്ങൾ, വിവിധമായ പർവ്വതങ്ങളെ നമുക്ക് പഠിക്കുവാൻ കഴിയും. ആ പർവ്വതങ്ങളെല്ലാം എല്ലാം നമ്മൾ എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ശൈത്യം കൊണ്ട് നിറഞ്ഞതും തണുപ്പ് കൊണ്ട് നിറഞ്ഞതും മഞ്ഞുകട്ടകൾ നിബിഡമായി കിടക്കുന്നതുമാണ്. എന്നാൽ ഇവിടെ ഒരു പർവ്വതത്തെ കാണിക്കുന്നു. ആ പർവ്വതത്തിന്റെ പ്രത്യേകതയാണ് തീ കത്തുന്ന പർവ്വതം. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. പർവ്വതത്തെ ആരെങ്കിലും തീയിടുമോ? ഒരിക്കലും പർവ്വതത്തെ ആരും തീയിടുകയില്ല. പക്ഷെ അവിടെ വായിക്കുന്നു പർവ്വതത്തിൽ കത്തുന്ന തീ. അങ്ങനെയെങ്കിൽ ഈ പർവ്വതത്തിൽ ആരാ തീ കത്തിച്ചത്? എന്തിനാണ് പർവ്വതത്തിൽ തീ കത്തുന്നത്? എന്തിനാണ് പർവ്വതത്തിൽ തീയായി ദൈവം വെളിപ്പെട്ടത്? എന്താണ് പർവ്വതത്തിൽ തീ കത്തുവാനുള്ള കാരണങ്ങൾ? ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പർവ്വതത്തിലോട്ട് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ ഹോരേബിന്റെ പർവ്വതത്തിൽ ദൈവത്തിന്റെ തീ ആളിക്കത്തുകയാണ്. ശ്രദ്ധിക്കുക, എന്തിനാണ് അവിടെ തീ ആളിക്കത്തുന്നത്? അവിടെ നോക്കൂ, അവിടെ ഒരു തീ ആളിക്കത്തുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് അവിടെ കാണാൻ കഴിയുന്നത് ആളിക്കത്തുന്ന ഹോരേബ് പർവ്വതം. ആ പർവ്വതത്തിൽ അതിഭയങ്കരമായ തീ ആളിക്കത്തുകയാണ്. അവിടെ ആരാണ് തീയിട്ടത്? ആരാണ് തീയിട്ടത്? എന്തിനാണ് തീയിട്ടത്? എന്തിനാണ് തീ അവിടെ കത്തിയത് എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. എന്നാൽ എന്തിനാണ് അവിടെ തീ കത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയുണ്ട്. അതിനകത്ത് ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. ചില പ്രത്യേക സഭ ആരാധനകളിൽ ദൈവത്തിൻ്റെ തീ വന്നിറങ്ങാറുണ്ട്. ശരീരങ്ങൾ തീയിൽ നമ്മൾ ഇറങ്ങുന്നത് പോലെയുള്ള ചില ചൂടുകൾ അനുഭവിച്ച ചില സന്ദർഭങ്ങൾ ഉണർവിൻ്റെ ഹിസ്റ്ററി എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അസാധാരണമായ ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ അസാധാരണമായ ദൈവത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വന്നിറങ്ങുമ്പോൾ അത് ഭയങ്കര ചൂടായി മാറിയ സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തലത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. അങ്ങനെ ഒരു തലത്തിലോട്ടുള്ള ഒരു അഭിഷേക തലത്തിൽ എത്തണമെങ്കിൽ ഇനിയും നമ്മൾ വലിയ ഒരു വില കൊടുക്കേണ്ടതായി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിലുള്ള ഉണർവിൻ്റെ ചില ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചാൾസ് ഫിന്നി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ദൈവദാസൻ അഭിഷക്തനായൊരു ദൈവത്തിൻ്റെ ദാസനായിരുന്നു. വളരെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനായിരുന്നു ചാൾസ് ഫിന്നി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസൻ. ആ ദൈവദാസൻ
യാത്ര ചെയ്തു പോകുന്ന വേളയിൽ ഒരു ബസ് സ്റ്റാൻഡിൽ പോയാൽ, ഒരു കടയിൽ പോയാൽ, ഒരു ഏതെങ്കിലും സ്ഥലത്തോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ അയാളെ കണ്ടിട്ട് ആൾക്കാർ നിലവിളിക്കുമായിരുന്നു, അയ്യോ തീ കത്തിക്കുന്നവൻ വരുന്നേ, തീ കത്തിക്കുന്നവൻ വരുന്നേ എന്ന് നിലവിളിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ചാൾസ് പിന്നിക്ക് അറിയത്തില്ല ചാൾസ് പിന്നിയുടെ ശരീരത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ചാൾസ് പിന്നിക്ക് അറിയത്തില്ല. പക്ഷേ പൈശാചിക ഭൂതാത്മാക്കൾ പിടിക്കപ്പെട്ട, ദുരാത്മാക്കൾ പിടിക്കപ്പെട്ട വ്യക്തികൾ ചാൾസ് പിന്നി മടന്നു പോകുകയാണെങ്കിൽ ഭൂതം പിടിച്ച വ്യക്തികൾ അലറി വിളിച്ചുകൊണ്ട് അവർ പറയുമായിരുന്നു, തീ കത്തുന്നേ, ഞങ്ങളെ തീ കത്തിക്കുന്നവൻ വരുന്നേ, ഞങ്ങളെ തീ കത്തിക്കുന്നവൻ വരുന്നേ. ആത്മമണ്ഡലത്തിന്റെ, അഭിഷേകത്തിന്റെ, ആത്മമറവിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് ആത്മാവിന്റെ തീ കത്തുക എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സഭയിൽ തന്നെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില പൈശാചിക ശക്തികൾ, ദുരാത്മാക്കൾ വെളിപ്പെടാറുണ്ട്. ചെന്ന് ചോദിക്കുമോ, നീ എന്തിനാണ് നീ വെളിപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് ഇങ്ങനെയാണ്, എനിക്കിവിടെ ഇരിക്കാൻ കഴിയുന്നില്ല, ഇവിടെ തീ കത്തുന്നു. പക്ഷെ തീ കത്തുന്നത് നമ്മൾ അറിഞ്ഞില്ല, പക്ഷെ തീ കത്തുന്നു. അതെന്നാ ഉപദേശി, തീ കത്തിയത് നീ അറിയാതെ നീ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി അവൻ ആലയത്തിനകത്ത് വെളിപ്പെട്ടതാണ്. അവൻ ദഹിപ്പിക്കുന്ന ശക്തിയായി, അഗ്നിയായി വെളിപ്പെട്ടപ്പോൾ ഇരുളിന്റെ ശക്തികൾക്ക് ഇരിക്കാൻ കഴിയാതെ ഒരു സ്ഥലത്ത് തീയിട്ട് കഴിഞ്ഞാൽ ആ തീയുടെ ചൂട് നിമിത്തം ആത്മമണ്ഡലത്തിൽ ഒരു വെളിപ്പാട് ഞാൻ കൈമാറുകയാണ്. അസാധാരണമായ ദൈവത്തിന്റെ തീ, അസാധാരണമായ ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അസാധാരണമായ, ഒരുപക്ഷെ ഇന്നത്തെ പകൽക്കാലം നീ വിശ്വസിക്കുക, ഒരു അസാധാരണമായ തീ, ഒരു അസാധാരണ ദൈവശക്തി. പക്ഷെ നിനക്കറിയാൻ കഴിയത്തില്ല. നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ക്ഷുദ്രജീവികൾ, ഇരുളിന്റെ ശക്തികൾ, നിന്റെ പിള്ളേർക്ക് വേറെ, നിന്റെ കുടുംബത്തിന് വേറെ, നിന്റെ അവകാശത്തിന് വേറെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ദുരാത്മാവിന്റെ സൈന്യങ്ങൾ ദൈവത്തിന്റെ തീയുടെ മുന്നിൽ ഇന്ന് വെന്തെരിയുകയാണ്. ചാൾസ് പിന്നിക്ക് അറിയത്തില്ല. ചാൾസ് പിന്നി നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ഭൂതമുള്ള ആൾക്കാർ അലറി വിളിക്കുന്നു. ഈ ഇറങ്ങി, അഥവാ ദൈവം ഇറങ്ങി, അഥവാ അനോയിന്റിങ് ഇറങ്ങി. അഭിഷേകത്തിന്റെ അടുത്ത ലെവലാണ് അവ തീയായി വെളിപ്പെടുന്ന ആത്മമണ്ഡലം. ഒരുപക്ഷെ ഇന്ന് പകൽക്കാലം ഇവനകത്ത് നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്നിൽ വെളിപ്പെട്ടു വരും ആത്മമണ്ഡലത്തിന്റെ തീ, ദൈവകൃപയുടെ തീ, അഭിഷേകത്തിന്റെ തീ. നീ വിട്ടേച്ചു വന്ന കൂടാരത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന, രഹസ്യത്തിൽ കിടക്കുന്ന, ഒരിക്കലും മാറാതെ കിടക്കുന്ന ചില ദുരാത്മാവിന്റെ ശക്തികൾ പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ ഈ ലൈവിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ചില വീടുകളിൽ ദൈവത്തിന്റെ തീ, അവ തീയായി വെളിപ്പെടുന്ന ഒരു തലം, ദൈവം തീയായി വെളിപ്പെടുന്ന ഒരു മണ്ഡലം, ദൈവം തീയായി വെളിപ്പെടുന്ന ഒരു തലം. ചാൾസ് പിന്നിക്കറിയത്തില്ല. ഉണർവിന്റെ ജ്വാലകൾ, ഉണർവിന്റെ കാലഘട്ടത്തിൽ, ലോക ചരിത്രത്തിന്റെ ഉണർവിന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ചാൾസ് ഫിന്നി പോകുന്ന സ്ഥലത്തെല്ലാം ഭൂതങ്ങൾ അലറി വിളിക്കും, ഞങ്ങളെ തീയിടുന്നവൻ വരുന്നേ, ഞങ്ങളെ തീയിടുന്നവൻ വരുന്നേ, ഞങ്ങളെ തീയിടുന്നവൻ വരുന്നേ. ജനത്തെ നോക്കുമ്പോൾ ജനം കാണുന്നില്ല, തീ ആളിക്കത്തുന്നത് കാണുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ പ്രത്യേകമായ ക്വാളിറ്റിയാണ്. ദൈവം തീയായി ശരീരത്തിൽ ഇറങ്ങി നിൽക്കും. അങ്ങനെ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അവൻ നമ്മുടെ മേൽ വരും. അങ്ങനെയുള്ളൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, കർത്താവേ എന്നെ തീയാക്കി മാറ്റണമേ, കർത്താവേ എന്നെ തീയാക്കി മാറ്റണമേ, കർത്താവേ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഒരു തീ കഷ്ണമാക്കി മാറ്റണമേ. ഓരോ ദൈവദാസന്മാരും ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, നീ എന്നെ തീ കഷ്ണമാക്കണമേ. കണ്ണിൽ നിന്ന് തീ ഇറങ്ങും, വായിൽ നിന്ന് തീ ഇറങ്ങും, കൈ ഉയർത്തുമ്പോൾ തീ ഇറങ്ങും, ശരീരത്തിൽ നിന്ന് തീ ഇറങ്ങും. ഒരു ഏരിയയിൽ, ഒരു സ്ഥലത്തൊരു
പട്ടണത്തിൽ ചെന്നാൽ പിശാചിന് ഇരിക്കാൻ കഴിയത്തില്ല. അവൻ ഇളകി ഇളകി മറിയും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തോട് നീ പ്രാർത്ഥിക്കേ, ദൈവമേ എന്നെ തീയാക്കി മാറ്റണമേ, എന്നെ ഒരു തീയായി, എന്നെ ഒരു തീ കഷ്ണമാക്കി, നീ എന്നെ ഒരു തീ കനലാക്കി. ഓ, ഇന്ന് പകലിൽ ഈ ആരാധനയിൽ നിന്ന് നീ ഭവനത്തിലോട്ട് മടങ്ങുന്നത് ഒരു കരിക്കട്ടയായിട്ടല്ല, നീ പോകുന്നത് ഒരു തീ കനലായി. ചാൻസ് ഫിന്നിക്ക് അറിയത്തില്ല തീ കത്തുന്ന കാര്യം. പക്ഷെ ദുരാത്മാക്കൾ ഓടാൻ തുടങ്ങി, ഭൂതങ്ങൾ ഓടാൻ തുടങ്ങിയപ്പോൾ ഭൂതങ്ങൾ വിളിക്കാൻ തുടങ്ങി, ഞങ്ങളെ തീ കത്തിക്കുന്നവൻ വരുന്നേ. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാനും ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, തീയുടെ ഒരു അഭിഷേകം എനിക്ക് വേണം. തീയുടെ എന്നെ ഒരു തീ കനലാക്കി നീ എന്നെ മാറ്റണം. അങ്ങനെ പ്രാർത്ഥിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്ന മീറ്റിങ്ങിൽ ഭൂതമിളകും. നമ്മൾ എവിടെ പോയി അവിടെ എല്ലാം വിടുതൽ നടക്കും. അതിൻ്റെ കാരണം തീയെ തൊട്ട് കളിക്കാൻ ആർക്കും കഴിയത്തില്ല. തീ എരിച്ചു കളയും, തീ ചാമ്പലാക്കി കളയും. ചിലപ്പോൾ ചാമ്പല് പോലും കിട്ടത്തില്ല. ചിലപ്പോൾ ചാമ്പല് പോലും കിട്ടത്തില്ല. ചിലപ്പോൾ ചാമ്പല് പോലും കിട്ടത്തില്ല. അവൻ എരിച്ചു കളയും. ചില രോഗങ്ങളെ അവൻ എരിച്ചു കളയും. ചില പൈശാചിക ശക്തികളെ അവൻ എരിച്ചു കളയും. ചില ബന്ധനങ്ങളെ അവൻ എരിച്ചു കളയും. ചില കെട്ടുകൾ അവൻ എരിച്ചു കളയും. ദൈവം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എടുക്കുന്ന ഒരു വേഷമാണ് ദൈവം തീയായി വെളിപ്പെട്ട് വരും. നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ തീ കൊണ്ട് അഭിഷേകം ചെയ്യും. അപ്പം നമ്മളൊരു ഭയങ്കര തീപിടുത്തമുണ്ടാകും. പക്ഷേ അത് അടുത്തിരിക്കുന്നവർക്ക് ആർക്കും അറിയാൻ നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ അടുത്തിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അവരടുപ്പ് ചെല്ലുമ്പോൾ ചൂടടിക്കുന്നു, തീ പോലെ എന്തോ, അവരെ തൊടാൻ പറ്റുന്നില്ല, അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു മിനിസ്ട്രിയുള്ള ഒരുപാട് അഭിഷിക്തന്മാരെ എനിക്കറിയാം. ആമേൻ. വളരെ മണിക്കൂറുകൾ അവർ പ്രാർത്ഥിക്കുന്നവരാണ്, ഒരുപാട് ഉപവാസം എടുക്കുന്നവരാണ്, ദൈവമായി ചേർന്ന് നടക്കുന്നവരാണ്. അവരുടെ മേൽ വന്ന് ഇറങ്ങി ദൈവ സാന്നിധ്യം നിൽക്കുമ്പോൾ ഒരു സാന്നിധ്യത്തിൻ്റെ മറ്റൊരു തലമായിട്ട് അവരിൽ വെളിപ്പെട്ട് നിൽക്കും, തീയായിട്ട് വെളിപ്പെട്ട് നിൽക്കും. അതുകൊണ്ട് നമ്മളും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, കർത്താവേ എന്നെ ഒരു തീ കനലാക്കി മാറ്റണമേ എന്ന് ദൈവത്തോട് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും നാം തീ കനലായി മാറും. അങ്ങനെ തീക്കനലായിട്ടുള്ള ദൈവദാസന്മാർ സഭയിൽ വന്നു കഴിഞ്ഞാൽ അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തീപിടുത്തമുണ്ടാകുന്നത് പോലെ, എന്ന് പറഞ്ഞാൽ ഒരു തീപ്പെട്ടിക്കോലിൽ നിന്ന് മറ്റൊരു തീപ്പെട്ടിക്കോലിലേക്ക് തീ ആളി കത്തുന്നത് പോലെ, ഒരു കാടിൻ്റെ ഒരു സൈഡിൽ നിന്ന് തീപിടുത്തമുണ്ടായാൽ കത്തി കയറുന്നത് പോലെ തീക്കനലായിട്ടുള്ള അഭിഷിക്തന്മാർ നമ്മുടെ സഭയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മെസ്സേജിൽ നമ്മൾ അറിയാതെ ആരാധിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ കാരണം വായിൽ നിന്ന് വീഴുന്നത് കനലുകളാണ് വീഴുന്നത്. അപ്പം നമുക്കിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആൾക്കാർ പറയും ഇതൊന്നെ ചുമ്മാ കയ്യടിയാന്നോ? ചുമ്മാ കയ്യടിയല്ല, കനൽ വന്ന് വീഴുന്നത് കൊണ്ട്, ഇത് കനൽ വന്ന് വീഴുന്നത് കൊണ്ട് ഈ രണ്ട് കനലുകളും തമ്മിൽ അങ്ങോട്ട് ഏറ്റുമുട്ടുമ്പോൾ അവനകത്ത് തീ ആഞ്ഞങ്ങ് കത്തും. യേശുവിൻ്റെ നാമത്തിൽ. തീ കനലുള്ള ദൈവദാസന്മാരുണ്ട്. തീ കൊണ്ട് ആമേൻ ആത്മമണ്ഡലത്തിൽ മുന്നേറുന്ന ദൈവദാസന്മാരുണ്ട്. അഭിഷേകത്തിന്റെ ശക്തിയോടെ നിൽക്കുന്ന തീ കനല് പോലെ. അപ്പോൾ തീ കനൽ, എന്നെ തീ കനലാക്കണമേ. അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കാൻ സമയം കൊടുത്താൽ പ്രാർത്ഥിക്കാൻ നേരത്തെ തീപിടുത്തം ഉണ്ടാകും. അങ്ങനെയുള്ളവർ ഇന്ന സഹോദരി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹോദരി പ്രാർത്ഥിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ ജനം ആരാധിക്കും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാനാണ് സമയം കൊടുത്തത്, പക്ഷെ അവർ പ്രാർത്ഥിക്കുമ്പോൾ ജനം ആരാധിക്കും. അതെങ്ങനെയാ ഇത്? നമ്മൾ പ്രാർത്ഥിക്കാനല്ലേ സമയം കൊടുത്തത്? നമ്മൾ പ്രാർത്ഥിക്കാനാ സമയം കൊടുത്ത്. ഇന്ന സഹോദരൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ സമയം കൊടുത്തു. പക്ഷെ പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങി ജനത്തിന് തീ പിടിക്കാൻ തുടങ്ങി. ജനം അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. നീ ആരാധിക്കുമ്പോൾ നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങണം. നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങണം. തീപിടുത്തമുണ്ടാകണം. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ദൈവത്തിന്റെ പവർ. അത്
എന്ന് പറഞ്ഞിരിക്കരുത്. ഒരു പവർ നിന്നെ വന്ന് തൊട്ടാൽ, ആ ശക്തി നിന്നെ വന്ന് തൊട്ടാൽ നീ ഭാഗ്യവതി, നീ ഭാഗ്യവാനാണ്. അങ്ങനെ ഒരു സാന്നിധ്യം നിന്റെ മേൽ വന്നു വീണാൽ, ആ ദൈവ സാന്നിധ്യം നിന്റെ മേൽ വന്നു വീണു. കർത്താവേ, എന്നെ ഒരു തീക്കനലാക്കി മാറ്റണമേ, എന്നെ ഒരു തീക്കട്ടയാക്കി മാറ്റണമേ, എന്നെ ഒരു തീക്കനലാക്കി മാറ്റണമേ. നീ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ജനത്തിന്റെ മേൽ ഫ്ലഡ് ഉണ്ടാകും, ദൈവത്തിന്റെ തീ അവിടെ ഇറങ്ങും. നീ ആരാധിക്കുമ്പോൾ, നീ ലീഡ് ചെയ്യുമ്പോൾ, നീ പ്രസംഗിക്കുമ്പോൾ ആ തീ പടരാൻ തുടങ്ങും, ആ ശക്തി പടരാൻ തുടങ്ങും. അങ്ങനെയുള്ള ചില ദൈവത്തിന്റെ ദാസന്മാരുണ്ട്. അവർ പ്രസംഗിക്കാൻ വാ തുറന്നാൽ അവർക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ജനത്തിന്റെ മേൽ തീപിടുത്തമുണ്ടാകും, ജനം ആരാധിച്ചു കയറും, ജനത്തിന് ഇരിക്കാൻ പറ്റത്തില്ല, കസേര ജനം ഇരിക്കത്തില്ല. കാരണം തീപിടുത്തം മടന്നു കഴിഞ്ഞു, അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അവർ തിയോളജി പഠിച്ചവരായിരിക്കും, പഠിക്കാത്തവരായിരിക്കും, ആരുമായി കൊള്ളട്ടെ. നാവിൽ തീയുള്ള ഒരു ദൈവദാസൻ, ആമേൻ, ആത്മശക്തിയാൽ തീ കൊണ്ട് നിറയുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ വചനവുമായി എഴുന്നേറ്റ് നിന്നാൽ അയാളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന്റെ കനൽക്കട്ടകൾ, വചനത്തിന്റെ ദൂതുകൾ, വചനത്തിന്റെ ശക്തികൾ നിമിത്തം ജനത്തിന് ഇരിക്കാൻ കഴിയത്തില്ല. ജനം ഇളകി മറിയും. യേശുവിന്റെ രക്തത്താൽ ജയം. വിട്ടുകൊട്, ശരീരങ്ങൾ ദൈവകൃപയ്ക്ക് വിട്ടുകൊട്. ഇന്നത്തെ ആരാധനയ്ക്കകത്ത് ഒരു ആളിക്കത്തുന്ന ആത്മമണ്ഡലം ഇവനകത്ത് ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. നിനക്കറിയത്തില്ല, നിന്റെ വിരലുകൾ തീ പിടിക്കുന്നു, നിന്റെ നാവിൽ തീ പിടിക്കുന്നു, നിന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ തീ ഇറങ്ങുന്നു. നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങുന്നു. നീ ഒരു കനൽക്കട്ടയായി മാറുന്നു. ഒരു ആത്മമണ്ഡലം ഇപ്പോൾ ഇവനകത്ത് ചലിക്കുകയാണ്. ദൈവം നിന്നെ തീയാക്കി മാറ്റും. നീ പാടുമ്പോൾ തീ പിടിക്കും, നീ പാടുമ്പോൾ തീ പിടിക്കും. ജനത്തിന് ഇരിക്കാൻ കഴിയത്തില്ലോ, ജനം ഇളകി മാറും. ദൈവത്തിന്റെ തീ നിന്റെ മേൽ വരുമ്പോൾ ആ ദേശത്തിലെ ഇരുളുകൾ, കുട്ടിയിരുപ്പുകൾ, അന്ധകാര ശക്തികൾ ഇളകി മാറാനായി തുടങ്ങും. അത് നിന്റെ കഴിവല്ലോ, നിന്റെ പണത്തിന്റെ ശക്തിയല്ലോ, നിന്റെ ആരോഗ്യമല്ലോ, നിന്റെ സൗന്ദര്യമല്ലോ. പിന്നെ നീ അറിയാവേ, നിന്റെ മേൽ ചാർജായി കിടക്കുന്ന, നിന്റെ മേൽ വന്നു വീണ് കിടക്കുന്ന തീയുടെ ശക്തിയാണ്, തീയുടെ ബലമാണ്. പലരെയും ദൈവാത്മാവ് തീ കനലായി മാറ്റുകയാണ്. തീ വേറെ, തീ കനൽ വേറെ, തീ വേറെ, തീ കനൽ വേറെ. ആദ്യം തീ ഇറങ്ങട്ടെ. നിന്റെ മേൽ തീ ഇറങ്ങിയാൽ നീ തീ കനൽക്കട്ടയായി മാറും. നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ അവകാശത്തെയും നിന്റെ ഓഹരിയെയും വെല്ലുവിളിച്ച് ബന്ധിക്കുന്ന ഇരുളിന്റെ ശക്തികൾ ഇന്നത്തെ പകൽക്കാലം നിന്നിൽ വെളിപ്പെടും. ആത്മാവിന്റെ തീയുടെ മുന്നിൽ അത് കരിഞ്ഞു ചാമ്പലാകാൻ പോകുകയാണ്. നമുക്കെങ്ങനെ തീക്കട്ടയായി മാറാൻ കഴിയും? എവിടെയാണോ തീ ഇറങ്ങുന്നത് അവിടേക്ക് നമ്മൾ ചെന്നാൽ നമ്മൾ തീക്കനലായി മാറും. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? നമുക്കെങ്ങനെ കനൽക്കട്ടകളെ എവിടെ കിട്ടും? കനൽക്കട്ടകൾ എവിടെ കിട്ടും? കനൽക്കട്ടകൾ എവിടെ കിട്ടും? കനൽക്കട്ടകൾ. നമുക്ക് കരിക്കട്ടയല്ല വേണ്ടത്, നമുക്ക് കനൽക്കട്ടകളെയാണ് വേണ്ടത്. നമുക്ക് കരിക്കട്ടകളെയല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് കനൽക്കട്ടകളെയാണ് വേണ്ടവർ. നമുക്ക് വേണ്ടവർ കരിക്കട്ടകളെയല്ല, നമുക്ക് വേണ്ടവർ ഭാരമത്തെ കത്തിക്കുന്ന കനൽക്കട്ടകൾ എഴുന്നേൽക്കട്ടെ. ചിലരെ കനൽക്കട്ടയാക്കി മാറ്റുകയാണ്. കരിക്കട്ടകൾ ചിലവർ കനൽക്കട്ടകളായി മാറുന്നു, ചിലർ പുതിയതായി കനൽക്കട്ടകളായി മാറുന്നു. അത് നിന്റെ മേൽ വന്നാൽ നിന്റെ വാഗ്ദത്തങ്ങളെ പിടിച്ചു കെട്ടിയോ, നിന്റെ കുടുംബത്തിന്റെ നന്മകളെ പിടിച്ചു കെട്ടിയോ ചില ബന്ധനങ്ങൾ ഈ വ്യാഴാഴ്ചയുടെ പകൽക്കാലം ആത്മമണ്ഡലത്തിൽ അത് കത്തി ചാമ്പലാകുകയാണ്. അങ്ങനെ വിട്ടുകൊട്. ദൈവശക്തിക്ക് നിന്നെ വിട്ടുകൊട്. ചിലപ്പോൾ നിന്നെ എടുത്തെറിഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ നിന്നെ തൂക്കിയെടുത്തെറിഞ്ഞെന്നിരിക്കും. ദൈവത്തിന്റെ തീമിന്റെ മേൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ നീ ചാടി ആരാധിച്ചെന്നിരിക്കും, ചിലപ്പോൾ നിന്നെ എടുത്ത് എറിഞ്ഞെന്നിരിക്കും. ഇത് കനൽക്കട്ടയുടെ ദിവസമാണ്. ഇത് കരിക്കട്ടയുടെ ദിവസമല്ല. ഇത് ചിലർ കനൽക്കട്ടകളായി മാറും.
കാണാൻ പോകുന്നു. ഭാരത മണ്ണിന് ആവശ്യം കരിക്കട്ടകളെയല്ല, ഭാരത മണ്ണിന് ആവശ്യം, ഭാരത മണ്ണിന് ആവശ്യം കനൽ കട്ടകളെയാണ് ആവശ്യം. കത്തിപ്പിടിക്കുന്നവനാണ് ആവശ്യം. ഉറക്കം തൂങ്ങിയ ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടവർ ആത്മാവിനെ വഹിക്കുന്നവര്, അഭിഷേകത്തെ വഹിക്കുന്നവര്, തീയെ ചുമക്കുന്നവർ, തീയെ ചുമക്കുന്നവർ, തീയും കൊണ്ട് മടക്കുന്നവർ. കനൽക്കട്ടയുടെ പ്രത്യേകത അവനകത്തു തീയിരിപ്പുണ്ട്, അവനകത്തു തീയിരിപ്പുണ്ട്. മനഞ്ഞതിന്റെ മേലത് കത്തത്തില്ല, മനഞ്ഞ വിറകിന്റെ മേലത് കത്തത്തില്ല, മനഞ്ഞതിന്റെ മേലത് കത്തത്തില്ല, തീരുമാനമില്ലാത്ത നിന്റെ മേലത് കത്തത്തില്ല, ലോകമോഹ ജീവിതത്തിൽ ജീവിക്കുന്ന നിന്റെ മേലത് കത്തത്തില്ല. ദൈവ കൃപയിൽ ഉണങ്ങിക്കിടക്കുന്ന, പ്രാർത്ഥിച്ച് ഉണങ്ങിക്കിടക്കുന്ന, ആരാധിച്ച് ഉണങ്ങിക്കിടക്കുന്ന, ബൈബിള് വായിച്ച് ഉണങ്ങിക്കിടക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി വേർപാടിന് വേണ്ടി നിലനിന്നുകൊണ്ട് ഉണങ്ങിക്കിടക്കുന്ന വിറകിന്റെ മേൽ ഇന്ന് പകൽ ദൈവത്തിന്റെ തീ ഇറങ്ങും. തീ ുമ്പോൾ ആളിക്കത്തുന്ന വിറക് കഷണത്തിന്റെ അകത്തളത്തിൽ നിന്ന് ഇന്നത്തെ പകൽക്കാലം ഭാരതത്തിന് വേണ്ടിയ കനൽക്കൂട്ടങ്ങളും കനൽ കട്ടകളും ഇന്ന് അവിടെ നിന്ന് പെറുക്കിയെടുക്കുന്ന, വാരിയെടുക്കുന്ന ഒരു ദിവസമാണ്. എല്ലാ വിറകിലും ഈ തീ പിടിക്കത്തില്ല, എല്ലാ വിറകിലും തീ പിടിക്കത്തില്ല, എല്ലാ വിറകിലും തീ പിടിക്കത്തില്ല. ഈ വിറക് കനൽക്കട്ടയാകണമെങ്കിൽ പൊത്തി കീറിയ വിറകുകൾ വേണം, പൊത്തി കീറിയ വിറകുകൾ. ഞാൻ ഒന്നുമില്ല കർത്താവേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ്, ജീവിതത്തിന്റെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ച് കൊത്തി കീറിയ വിറകുകളാണെങ്കിൽ ആകാശത്തിൽ നിന്ന് ഇന്നൊരു തീ വന്നിറങ്ങാൻ പോകുകയാണ്. ആ തീ നിന്നിൽ വന്ന് പിടിച്ചും അത് നിന്നിൽ വന്ന് കത്തിപ്പിടിക്കും. അവസാനം അത് ചാരമായിട്ടല്ല മാറുന്നത്, കനൽക്കട്ടയായി മാറും. നീ ആകുന്ന വിറക് ചില സമയങ്ങൾ കഴിയുമ്പോൾ അത് കനൽക്കട്ടയായി മാറും, കനൽക്കട്ടയായി മാറും, കനൽക്കട്ടയായി മാറും. കനൽ കട്ടകളായി മാറാൻ പോകുകയാണ്. പല കുടുംബങ്ങളും കനൽ കട്ടകളായി മാറാൻ പോകുകയാണ്. നീ ഒരു കനൽ കട്ടയായി മാറിയാൽ നിന്റെ അകത്തൊരു തീ കിടക്കുകയാണ്. കനൽ കട്ടയ്ക്കകത്തൊരു തീ കിടപ്പുണ്ട്. കനൽ കട്ടയ്ക്കകത്തൊരു തീ കിടപ്പുണ്ട്. കരിക്കട്ടയ്ക്കകത്ത് തീയില്ല, കനൽ കട്ടയ്ക്കകത്തൊരു തീ കിടപ്പുണ്ട്. അതിന്റെ കാരണം അത് തീ പിടിച്ച വിറകുകളാണ്. തീ പിടിച്ച വിറകുകളുടെ മേൽ പിന്നെ കിട്ടുന്നതാണ് കനൽ കട്ടകൾ. ഒരു കാട് കത്തിക്കാൻ ഒരുപാട് കനൽ കട്ടകൾ വേണ്ട. ലോകത്തെ കത്തിക്കുവാൻ ഒരു കനൽ കട്ടകൾ വേണ്ട, ഒരുപാട് കനൽ കട്ടകൾ വേണ്ട. ഒരു പട്ടണത്തെ കത്തിക്കാം ഒരുപാട് കനൽ കട്ടകൾ വേണ്ട. ഒരെണ്ണം തീ പിടിച്ചാൽ മതി, ഒരെണ്ണത്തിൽ തീ പിടിച്ചാൽ മതി, ഒരു കനൽ കട്ടയാളി കത്തിയാൽ മതി. ഭാരതം കത്തുവോ? നിന്റെ വായിൽ നിന്ന് പുറപ്പെടേണ്ടത് തീ കനലുകളായിരിക്കണം. തീ കനലുകളായിരിക്കണം. നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ടത് തീ കനലുകളായിരിക്കണം, തീ കനലുകളായിരിക്കണം. അരിക്കട്ടയെ ഉറുമ്പരിക്കും, പക്ഷെ കനൽക്കട്ടയെ ഉറുമ്പരിക്കത്തില്ല. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഏത് കരിക്കട്ടയെയും ഉറുമ്പരിക്കും, ഏത് കരിക്കട്ടയെയും ഉറുമ്പരിക്കും, ഏത് കരിക്കട്ടയെയും ഉറുമ്പരിക്കും. എത്ര വലിയ കരിക്കട്ടയായാലും ഉറുമ്പരിച്ചിരിക്കും. ഏത് കട്ടുറുമ്പും അരിച്ചിരിക്കും, ഏത് കടിയുറുമ്പും അരിച്ചിരിക്കും. പക്ഷെ കനൽക്കട്ടയോട് കളിക്കാൻ പറ്റില്ല. കരിക്കട്ടയെ ഉറുമ്പരിക്കും, പക്ഷെ കനൽക്കട്ടയെ ഉറുമ്പരിക്കാൻ കഴിയുകയില്ല. അവനകത്തൊരു തീയുണ്ട്, അവനകത്തൊരു തീയുണ്ട്. ആ കനൽക്കട്ടയ്ക്കകത്ത് ഒരു ആത്മമണ്ഡലത്തിന്റെ തീയുണ്ട്, ഒരു ശക്തി അവനകത്തിരിപ്പുണ്ട്. പീലാത്തോസിന് തൊടാൻ പറ്റിയില്ല, അവന്റെ മുദ്രയ്ക്ക് തൊടാൻ പറ്റിയില്ല, സാത്താന്റെ ശക്തികൾക്ക് അവനെ തൊടാൻ പറ്റിയില്ല, മരണത്തിന് അവനെ തൊടാൻ പറ്റിയില്ല, മരണത്തിന്റെ വിഷമുള്ളവന് അവനെ തൊടാൻ പറ്റിയില്ല, ഒരു ഇരുളിന്റെ ശക്തികൾക്ക് അവനെ തൊടാൻ പറ്റിയില്ല, ഒരു പൈശാചിക മണ്ഡലത്തിന് അവനെ തൊടാൻ പറ്റിയില്ല, ഒരു സ്തുട്ട ശക്തികൾക്ക് അവനെ തൊടാൻ പറ്റിയില്ല, 5 മത കോടതികൾക്കും അവനെ അരിക്കാൻ പറ്റിയില്ല, അവനെ ഉറുമ്പരിക്കാൻ പറ്റിയില്ല, അവനെ കടിക്കാൻ പറ്റിയില്ല, അവനെ തൊടാൻ പറ്റിയില്ല, ഒരു പൈശാചിക മണ്ഡലങ്ങൾക്ക് അവനെ തൊടാൻ പറ്റിയില്ല.
പറ്റിയില്ല. കാരണം അവൻ കനൽ കട്ടയാണ്, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. മരണത്തിന് അവനെ കെട്ടാൻ പറ്റത്തില്ല, അത് കരിഞ്ഞു പോകും. പാതാള ശക്തികൾക്ക്, ഇരുളിന്റെ ശക്തികൾക്ക്, ഒരു പൈശാചിക മണ്ഡലങ്ങൾക്ക്, ഒരു മന്ത്രഭാവങ്ങൾക്ക്, ആഭിചാരത്തിന്, ഒരു റോമ ശക്തികൾക്ക്, ഒരു പീലാത്തോസിന്റെ ശക്തികൾക്ക് അവനെ തൊടാൻ പറ്റത്തില്ല, അവനെ കെട്ടാൻ പറ്റത്തില്ല. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അഗ്നികുണ്ഡമാണ്. അവൻ ദഹിപ്പിക്കുന്ന കനൽ കട്ടയാണ് ജീസസ് ക്രൈസ്റ്റ്. വളരെ പഴക്കം ചെന്ന പല ബന്ധനങ്ങളും ഇന്ന് അഴിയുന്നുണ്ട്. പഴക്കം ചെന്ന ബന്ധനങ്ങൾ അഴിയുന്നുണ്ട്. സെലക്റ്റഡായ ആൾക്കാർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. സെലക്റ്റഡായ ആൾക്കാർ ഇന്ന് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. ലൈവിൽ സെലക്റ്റഡായ ആൾക്കാർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പഴകിയ ബന്ധനങ്ങൾ അഴിയുകയാണ്. ഞാൻ ചുമ്മാ വിളിച്ചു പറയുകയല്ല. കരിക്കട്ടയെ ഉറുമ്പെടുക്കും, പക്ഷെ കനൽക്കട്ടയെ ഉറുമ്പെടുക്കില്ല. ഓ, കരിക്കട്ടയെ ഉറുമ്പെടുക്കും, പക്ഷെ ഉറുമ്പിനെ കനൽക്കട്ടയെടുക്കും. കരിക്കട്ടയെ ഉറുമ്പെടുക്കും, പക്ഷെ ഉറുമ്പിനെ കനൽക്കട്ടയെടുക്കും. കരിക്കട്ടയെ ഉറുമ്പിനെന്തും ചെയ്യാം, പക്ഷെ കനൽക്കട്ടയെ തൊട്ട് കളിച്ച് തൊട്ടവൻ പൊള്ളും. തൊട്ടവൻ ജീവിച്ചിരിക്കില്ല, പിന്നെ ജീവിച്ചിരിക്കില്ല, പിന്നെ അവ ജീവിച്ചിരിക്കില്ല, പിന്നെ അവ ജീവിച്ചിരിക്കത്തില്ല. അത് കനൽക്കട്ടയാണ്. അതുകൊണ്ട് കരിക്കട്ട ഏത് ഉറുമ്പിനും മരിക്കാം, പക്ഷെ കനൽക്കട്ടയെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പീലാത്തോസ് അവനെ തൊടാൻ പറ്റിയില്ല, ഹെരോദാവിന് അവനെ തൊടാൻ പറ്റിയില്ല, 5 മത കോടതികൾക്ക് അവനെ തൊടാൻ പറ്റിയില്ല. അവൻ കനൽക്കട്ടയായി നിൽക്കുകയാണ്. ഓ, നീ പറ, ആര് മിണ്ടിയില്ല? കനൽക്കട്ട മിണ്ടണ്ട, തൊട്ട് കളിച്ച പൊള്ളും. യേശുവിൻ്റെ നീ പറ, ഞാൻ പീലാത്തോസാ, എനിക്ക് നിന്നെ വിടുവിക്കാൻ കഴിയും. മിണ്ടിയില്ല, മിണ്ടണ്ട, കനൽക്കട്ട മിണ്ടത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ അവനെ തൊട്ടിയവൻ പൊള്ളും. അവനെ തൊട്ടിയവൻ പൊള്ളും. ആഭിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല, ലക്ഷണവിദ്യ യാക്കോബിന് ഏൽക്കയില്ല. കാരണം അവർ പാർക്കുന്ന പർവ്വതത്തിന്റെ മുകളിൽ അവൻ തീയായി നിൽക്കുകയാണ്. അവൻ തീയായി വന്ന് നിൽക്കുകയാണ്. ഇസ്രായേലിന് ആഭിചാരം ഫലിക്കത്തില്ല, ശുദ്രവിദ്യ അവൻ ഏൽക്കത്തില്ല. കാരണം അവൻ തീയായി വന്ന് നിൽക്കുന്നു. അവന്റെ മേലൊരു ദൈവത്തിന്റെ തീയുണ്ട്. ആ തീ പർവ്വതത്തിൽ നിൽക്കുന്നു. ആ പർവ്വതത്തിന്റെ അടിവാരത്തിൽ കിടക്കുന്നവരെല്ലാം തീ കഷ്ണങ്ങളാണ്. അതുകൊണ്ട് യാക്കോബിന് ആഭിചാരം ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഏൽക്കത്തില്ല. യേശുക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് ആൻസർ പറയാൻ എനിക്ക് കഴിയും. പക്ഷേ ഞാനൊരു ആൻസർ ഒന്ന് വിളിച്ചു പറയാം. യേശുക്രിസ്തു ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവനൊരു കനൽക്കട്ടയാണ്. അവനെ ഒതുക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കല്ലറയ്ക്ക് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. ഒരു ശക്തിക്കും അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. ഒരു കനൽക്കട്ട കിടന്നാൽ അപകടമാണത്. കനൽക്കട്ട എവിടെ കിടക്കുന്നത് അപകടമാണ്. അത് അപകടമാണത്. ഓ, നീ പിശാചിനൊരു അപകടമാണ്. നീ പിശാചിൻ്റെ സേനയ്ക്ക്, നീ ദുരാത്മാവിൻ്റെ വലയത്തിന് നീ ഒരു അപകടമാണ്. നീ മന്ത്രവാദിക്ക് നീ ഒരു അപകടമാണ്. നീ ആഭിചാരകന്മാർക്കൊരു അപകടമാണ്. പൈശാചിക മണ്ഡലങ്ങൾക്ക് നീ ഒരു അപകടമാണ്. പറവൂന് നീ ഒരു അപകടമാണ്. പീലാത്തോസിന് നീ ഒരു അപകടമാണ്. ഇരുളിൻ്റെ ശക്തികൾക്ക് നീ ഒരു അപകടമാണ്. ഓ, പൈശാചിക മണ്ഡലങ്ങൾക്ക് നീ ഒരു അപകടമാണ്. നീ ഒരു അപകടമാണ്. കാരണം നീ കനൽക്കട്ടയാണ്. നീ ഒരു അപകടമാണ്. സൂക്ഷിച്ചു വേണം അവന്റെ കയ്യിൽ കയറി കടിക്കാൻ. അവന്റെ കയ്യിൽ കയറി നീ കടിച്ചാൽ നിനക്ക് അപകടമാണ്. അണലിയെ, നിനക്ക് അപകടമാണ്. അവന്റെ കയ്യിൽ കയറി കടിച്ചു, അവൻ ആളിക്കത്തുന്ന തീയിലേക്ക് ആ ശക്തിയെ അവൻ കുടഞ്ഞെറിഞ്ഞു. എടാ, ഇരുളിന്റെ അധികാരമേ, പൗലോസ് നിനക്ക് അപകടമാണ്. അവന്റെ കയ്യിൽ കയറി നീ കൊത്തിയവൻ മരിക്കും. കാരണം അവൻ അപകടമാണ്. നീ ഒരു അപകടമാണെന്ന് പറഞ്ഞത് പിശാചിന് നീ ഒരു അപകടമാണ്.
നീ ഒരു അപകടമാണ്. നീ ഒരു കനൽക്കട്ടയല്ലേ? കനൽക്കട്ട അപകടമാണ്. അത് അണച്ചില്ലെങ്കിൽ അത് അപകടമുണ്ടാക്കും. നിന്നെ അണയ്ക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ തീ നിന്റെ മേൽ കിടക്കുന്നു. നിന്നെ അണയ്ക്കാൻ ആർക്കും കഴിയില്ല. നിന്റെ മേൽ കിടക്കുന്ന കനൽക്കട്ടയെ നിനക്ക് മാത്രമേ അണയ്ക്കാൻ കഴിയൂ. വേറെ ആർക്കും അണയ്ക്കാൻ കഴിയില്ല. ഇത് ഊതും തോറും ഇത് ആളി കത്തിക്കൊണ്ടിരിക്കും. അപരാധം കൂടുന്തോറും ആളി കത്തിക്കൊണ്ടിരിക്കും. അപരാധം കൂടുന്തോറും ഈ കനൽക്കട്ട ആളി കത്തിക്കൊണ്ടിരിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നു? നീ ഒരു അപകടമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നീ ലോകത്തിന് അപകടമെന്നല്ല ഞാൻ പറഞ്ഞത്. പൈശാചിക മണ്ഡലങ്ങൾക്ക് നീ ഒരു അപകടമാണ്. മോശ ഫറവോൻ അപകടമായി മാറിയില്ലേ? അതുപോലെ മന്ത്രവാദികൾക്ക് ഒരു അപകടമായി മാറിയില്ലേ? പിശാചിന് നിന്നെ പേടിയാ. അതുകൊണ്ടാ പറഞ്ഞത്, എനിക്ക് പൗലോസിനെ അറിയാം, എനിക്ക് യേശുവിനെ അറിയാം, എനിക്ക് പൗലോസിനെ അറിയാം. പൗലോസിന് നല്ലതുപോലെ അറിയാം. കാരണം എന്താ കാര്യം? അവൻ തീ വഹിക്കുന്നവനാണ്. പൗലോസ് തിളച്ചു മറിയുന്ന അഗ്നിയെ കൊണ്ട് മടക്കുന്നവനാണ്. പൗലോസ് അപ്പോസ്തലൻ ഒരു തീക്കനലാണ്. പൗലോസ് അപ്പോസ്തലന് ഒരിക്കൽ ജന്തു കടിച്ചു. ആ ജന്തുവിനെ ജീവിച്ചിരുന്നിട്ടില്ല. ആളിക്കത്തുന്ന തീയിൽ അത് വെന്തിരിഞ്ഞ് ചാമ്പലായെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ ദഹിപ്പിക്കുന്ന ഒരു അഗ്നിയാക്കി, എന്നെ ഒരു കനൽ കട്ടയാക്കി ഈ ഭാരത മണ്ണിൽ എനിക്ക് ആളി കത്തണം ദൈവമേ എന്ന് പറഞ്ഞു നീ പ്രാർത്ഥിച്ചാൽ ആദ്യം നിന്നിൽ കത്തുല തുടങ്ങും. കത്തി തീരുമ്പോൾ നീ ഒരു കനൽ കട്ടയായി മാറും. കത്തി തീർന്നു കഴിയുമ്പോൾ നീ ഒരു കനൽ കട്ടയായി മാറും. യേശുക്രിസ്തു ഒരു കനൽ കട്ടയാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അത് ഏതെല്ലാം വഴിയിലൂടെ പോയിട്ടുണ്ട് അവിടെ എല്ലാം പിശാച് ഇളകിയിട്ടുണ്ട്. ഒരു സ്ഥലത്തും പിശാചിരുന്നിട്ടില്ല. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ഒതുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം യേശുക്രിസ്തു ഒരു കനൽക്കട്ടയാണ്. നിങ്ങൾക്ക് കനൽക്കട്ടയെ പേപ്പറിൽ പൊതിയാൻ പറ്റുമോ? പറ്റത്തില്ല. ആ പേപ്പർ ആളിക്കത്തും. നിങ്ങൾക്കൊരു കനൽക്കട്ടയെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് കൊണ്ട് കിടക്കാൻ പറ്റും? പറ്റത്തില്ല. അത് എവിടെ കൊണ്ടുവച്ചാലും തീ പിടിക്കും. എവിടെ കൊണ്ടുവച്ചാലും തീ പിടിക്കും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എവിടെ കൊണ്ടിട്ടാലും തീ പിടിക്കും. ഓ റമന. ചില കനൽക്കട്ടകളെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ചില കനൽക്കട്ടകളെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ചില കനൽക്കട്ടകളെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിങ്ങനെ കിടക്കും. 50, 100, 150 വർഷങ്ങൾ ഇങ്ങനെ കിടക്കും. ഒരു ചെറിയ കാറ്റ് പോയാൽ മതി, പെട്ടെന്ന് അവനാളിക്കത്തും. ഓ ശബാലാബാഷ്. ചെറിയ കാറ്റടിച്ചാൽ മതി, ആളിക്കത്തും. അതാ നിങ്ങൾ ഈ ആളിക്കത്തുന്നേ. അതാ എനിക്ക് പ്രസംഗിക്കാൻ പറ്റാത്തത്. നിങ്ങൾ ആളിക്കത്തുന്നതിൻ്റെ കാരണം ചെറിയ ഒരു കാറ്റടിച്ചാൽ മതി. ചെറിയ ഒരു കാറ്റടിച്ചാൽ മതി. കരിക്കട്ടയിൽ ഇത് പിടിക്കത്തില്ല. കരിക്കട്ടയിൽ ഇത് പിടിക്കത്തില്ല. തീ മാറിപ്പോയ കരിക്കട്ടയിൽ, തീയുടെ അംശം നഷ്ടപ്പെട്ട് കരിക്കട്ടയിൽ ഇത് സ്പ്രെഡ് ചെയ്യത്തില്ല. ഇത് സ്പ്രെഡ് ചെയ്യത്തില്ല. കനൽക്കട്ടകളിൽ ചെറിയ ഒരു കാറ്റടിച്ചാൽ മതി, ടക്കനെ അത് ആളിക്കത്തും. അതിൻ്റെ കാരണം അത് തീക്കനലാണ്. അതിനകത്ത് ദഹിപ്പിക്കുന്ന ഒരു തീയുണ്ട്. അതിനകത്ത് ദഹിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനകത്ത് ദഹിപ്പിക്കുന്ന ഏവനെയും ശുദ്ധ ചാമ്പലാക്കി കളയുന്ന ഒരു ശക്തി അതിനകത്തുണ്ട്. ഒരിക്കൽ ശിംശോൻ ഫെലിസ്ത്യ സൈന്യത്തോട് എങ്ങനെന്നറിയാമോ തന്റെ ശത്രുവോട് പക വീട്ടിയത്? ഫെലിസ്ത്യരോട് എങ്ങനെന്നറിയാമോ? ഫെലിസ്ത്യർ ശിംശോനെയും ശിംശോന്റെ കുടുംബത്തെ ഒരുപാട് ദ്രോഹം ചെയ്തു. അവസാനം ശിംശോൻ എന്നാ ചെയ്തതെന്നറിയാമോ? കുറുക്കന്മാരെ പിടിച്ചു. കുറുക്കന്മാരെ അങ്ങനെയൊന്നും പിടിക്കാൻ പറ്റത്തില്ല. കുറുക്കന്മാരെ പിടിക്കാൻ കുറുക്കന്മാർ നിന്ന് കൊടുക്കുമോ? പക്ഷേ ആമേൻ, അഭിഷേകമുള്ളവൻ്റെ മേൽ ഏത് കുറുക്കനും നിൽക്കും. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ഒരു പവർ ഉണ്ടെങ്കിൽ ഏത് കുറുക്കനും നിന്ന് തരും. പ്രൈസ് ഗോഡ്. ഒന്നും കൂടി പറയാം, ദൈവത്തിൻ്റെ ഒരു അംശം, ദൈവത്തിൻ്റെ ഒരു പവറിൻ്റെ ഒരു അംശം. ഫുള്ളൊന്നും പറ്റത്തില്ല. ഫുള്ളുണ്ടെങ്കിൽ നമുക്ക് നടക്കാനോ ഇരിക്കാനോ പറ്റത്തില്ല. അത്ര ആത്മവിവശതയിൽ നമ്മൾ വീണുപോകും. ദൈവത്തിൻ്റെ അമിതമായ ശക്തിയുടെ ഭാരം വഹിക്കുകയാണെങ്കിൽ നടക്കാനൊന്നും പറ്റത്തില്ല, നമ്മൾ താഴെ വീണുപോകും. അങ്ങനെയുള്ള സഭകൾ ആൾക്കാരൊന്നും നിലക്ക് നിൽക്കാൻ പറ്റത്തില്ല, താഴെ വീണുപോകും. ഭൂതം പിടിച്ചതൊന്നുമല്ല, ദൈവത്തിൻ്റെ അമിതമായ സാന്നിധ്യം ശരീരത്തിൽ ഏറ്റെടുത്താൽ നമ്മൾ യോഹന്നാനെ പോലെ ആത്മവിവശതയിലായി പോകും. അങ്ങനെയുള്ള ചർച്ചകളുണ്ട്. നമ്മുടെ ചർച്ചും ഭാവിയിൽ അങ്ങനെയാകും. ആത്മസാന്നിധ്യത്തെ വഹിക്കുന്ന സഭയായി ഇത് മാറും.
കുറുക്കന്മാരെ പിടിച്ചിട്ട്, 2 കുറുക്കന്മാരെ പിടിച്ചു. എന്നിട്ട് വാലോട് വാല് ചേർത്ത് കെട്ടി. വാലോട് വാല് ചേർത്ത് കെട്ടിയിട്ട് എന്നാ ചെയ്തു? ആ വാലിൻ്റെ നടുക്ക് ഒരു പന്തം വെച്ച് കെട്ടി, തീ വെച്ച് കെട്ടി. തീ വെച്ച് കെട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തീ വെച്ച് കെട്ടി, തീ കൊണ്ടുള്ളൊരു പന്തം കൊണ്ടുവന്ന് ഈ നടുക്ക്, ഈ വാലോട് വാല് ചേർത്ത് കെട്ടിയ കുറുക്കൻ്റെ വാലിൻ്റെ നടുക്ക് ചേർത്ത് കെട്ടി. തീ അങ്ങോട്ട് ആഞ്ഞടിക്കാൻ തുടങ്ങി. ചൂടങ്ങോട്ട് അടിച്ച് കുറുക്കന്മാർ ഓടാൻ തുടങ്ങി. എങ്ങോട്ട് ഓടിയെന്നറിയാമോ? ആമേൻ, വെള്ളമുള്ള സ്ഥലത്തേക്ക് അത് ഓടി. എന്ന് പറഞ്ഞാൽ ഫെലിസ്ത്യരുടെ, ആമേൻ സ്തോത്രം, അവരുടെ നെൽപ്പാടങ്ങളിലേക്ക്, അവരുടെ കൊയ്ത്തുപാടത്തിലേക്ക്, വെള്ളമുള്ള സ്ഥലത്തേക്ക്, അഥവാ അവരുടെ കൊയ്ത്തുപാടങ്ങളിലേക്ക് കോടികൾ മുടക്കി അവർ അധ്വാനിച്ചിരിക്കുന്നതായ ഇസ്രായേൽ മക്കളെ കൊള്ളയിട്ട് കൊണ്ടുപോയ, അവരുടെ അവകാശങ്ങളെ കൊള്ളയിട്ട് കൊണ്ടുപോയ ഫെലിസ്ത്യരുടെ കളപ്പുരയിലേക്ക് അവർ ഓടാൻ തുടങ്ങി. ഈ പന്തം എവിടെയെല്ലാം ചെന്നു അവിടെല്ലാം തീപിടുത്തമുണ്ടായി. യേശുവിൻ്റെ നാമത്തിൽ ജയം. നീ ഒരു കുറുക്കനല്ല, പക്ഷെ നിന്റെ മേൽ ഒരു തീപ്പന്തമുണ്ട്. നീ ഒരു കുറുക്കനെന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും നീ ഒരു കുറുക്കനല്ല, പക്ഷേ നിന്റെ മേലൊരു തീപ്പന്തമുണ്ട്. നിന്റെ അവകാശത്തെയും ഓഹരിയെയും കൊള്ളയിട്ട് കൊണ്ടുപോയ ഇരുളിൻ്റെ അധികാരങ്ങളെയും കത്തിച്ചു കളയുന്നൊരു പന്തം. ചില കനൽക്കട്ടകളെ കാണാൻ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കനൽക്കട്ടയാണ് 100, 125, 10, 35 വർഷമായ കനൽക്കട്ടകളായിരിക്കും കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ പുറം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കരിക്കട്ടയുടെ പുറങ്ങിനെ അതിൻ്റെ പൊടി ഇങ്ങനെ വന്ന് കയറി കിടക്കും. ചെറിയ ഒരു കാറ്റടിച്ചാൽ മതി, ടപ്പനെ ഇതും കത്തും. അതാ ഇന്നിവിടെ കത്തിക്കൊണ്ടിരിക്കുന്നേ. ഹല്ലേലൂയ. ആത്മസാന്നിധ്യത്തിൻ്റെ വ്യാപാരം ആലയത്തിനകത്തോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഈ കനൽ കട്ടയ്ക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. അതിൻ്റെ തിയറി അങ്ങനെയാണ്. അതിൻ്റെ മുകളിലൂടെ ഒരു കാറ്റങ്ങ് അടിച്ചാൽ ഇത് അകത്തു നിന്നൊരു കത്തലങ്ങ് തുടങ്ങും. യെസ്, ദഹിപ്പിച്ചു കളയും. അങ്ങനെ തീയാണ് നമ്മുടെ മേൽ കിടക്കുന്ന തീ. ദഹിപ്പിച്ചു കളയും. ദഹിപ്പിച്ചു കളയും എന്ന് പറഞ്ഞാൽ ഈ ഓവൻ്റെ പ്രത്യേകത. ഓവൻ നമുക്കറിയാലോ, ഓവനകത്തോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് ആദ്യം ഇറങ്ങുന്നത് പുറത്തോട്ടല്ല ഇറങ്ങുന്നത്, പിന്നെ ആ വെച്ചിരിക്കുന്ന വസ്തുവിൻ്റെ അകത്തോട്ടിറങ്ങി ദഹിപ്പിച്ചു കളയും. ഹല്ലേലൂയ. പപ്സൊക്കെ എടുത്തങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞാൽ, ടൈം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഉള്ളു ഭയങ്കര ചൂടായിരിക്കും അതിൻ്റെ ഉള്ള്. കാരണം തീ ഇറങ്ങിയത് അകത്തോട്ടാണ്. അകത്തോട്ടത്തിറങ്ങി. അതിനേക്കാൾ എത്രയോ പവറുള്ളതാ ദൈവം. ദൈവത്തിൻ്റെ തീ അങ്ങോട്ട് ഇറങ്ങി ദഹിപ്പിച്ചു കളയും. എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആൾ അങ്ങനെ ഇരിക്കും, പക്ഷെ സംഭവം വടിയാകും. കാരണം അകത്തോട്ടിറങ്ങി ജീവൻ എടുത്തു കളയും, അകത്തോട്ടിറങ്ങി എരിച്ചു കളയും, അകത്തോട്ടിറങ്ങി ദഹിപ്പിച്ചു കളയും. ഞാനൊരു കനൽക്കട്ടയാകണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ അകത്ത് തീ വരണം. അങ്ങനെ തീ വരണമെങ്കിൽ വചനം എന്താ പറയുന്നത്? എബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അപ്പൊ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. ദൈവം എന്ന പദത്ത് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു ദഹിപ്പിക്കുന്ന അഗ്നി. അപ്പൊ യേശു ക്രിസ്തു ദഹിപ്പിക്കുന്ന അഗ്നി അല്ലേ? ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. ദൈവമാണല്ലോ യേശു ക്രിസ്തു. ജഡ അവതാരമെടുത്ത ക്രിസ്തു, മനുഷ്യ ശരീരമെടുത്ത ദൈവം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ശരിയായ വ്യാഖ്യാനം യേശു ക്രിസ്തു ദഹിപ്പിക്കുന്ന അഗ്നി. അങ്ങനെയാണെങ്കിൽ കൊലോസ് ലേഖനം 1-ാം അധ്യായം 28-29 വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്ന ഈ വ്യാഖ്യാനം അനുസരിച്ച് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് 12-29 മഹത്വത്തിൻ്റെ പ്രത്യാശയായ അഗ്നി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നു. ക്രിസ്തു എന്ന് പറയുന്നത് അഗ്നി, ദഹിപ്പിക്കുന്ന അഗ്നി, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. അപ്പം ദൈവം എന്താണ്? ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവത്തിൻ്റെ വേറൊരു പേരാണ് ദഹിപ്പിക്കുന്ന അഗ്നി. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അങ്ങനെയാണെങ്കിൽ കൊലോസ്യലേഖനത്തിൽ പൗലോസ് പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ദഹിപ്പിക്കുന്ന അഗ്നി നിങ്ങളുടെ ഹൃദയത്തിനകത്ത്
ഇരിക്കുന്നുവല്ലോ. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തോ ഉണ്ട്? ദഹിപ്പിക്കുന്ന അഗ്നി. യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്നു. യേശുക്രിസ്തു ആരാണ്? ദഹിപ്പിക്കുന്ന അഗ്നി. ദൈവം നിന്റെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നു. അർത്ഥം, ദഹിപ്പിക്കുന്ന അഗ്നി നിന്റെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നു. അഗ്നി എന്ന് പറയുന്ന കനൽക്കട്ട ആകുന്ന ക്രിസ്തു ഹൃദയത്തിനകത്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ ശരീരം മുഴുവനും തീയാണ്. എൻ്റെ ശരീരം മുഴുവനും തീയാണ്. മന്ത്രവാദം ഫലിക്കാത്തവൻ്റെ കാരണം മന്ത്രവാദത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടൊന്നുമല്ല, അതിനേക്കാൾ പവർ നിന്റെ അകത്തിരിക്കുന്നത് കൊണ്ടാണ്. ശുദ്രം ഏൽക്കാത്തത് കൊണ്ടല്ല, ഏൽക്കാത്തതിൻ്റെ കാരണം ആമേൻ മഹത്വത്തിൻ്റെ പ്രത്യാശയായ കനൽക്കട്ട ക്രിസ്തു നിന്റെ അകത്തിരുന്നത് കൊണ്ടാണ്. ജീസസ്, യേശു ക്രിസ്തു എന്ന കനൽക്കട്ട, ദഹിപ്പിക്കുന്ന അഗ്നി. ഓ ദൈവത്തിന്റെ പവർ നിന്റെ അകത്ത്, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി നിന്റെ അകത്ത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. അപ്പോൾ എന്തിനെ ഉറുമ്പരിക്കും? കനൽക്കട്ടയെ ഉറുമ്പരിക്കുമോ? പിന്നെ കരിക്കട്ടയെ ഉറുമ്പരിക്കും. കനൽക്കട്ടയെ ഉറുമ്പ് അരിക്കത്തില്ല. ഒരു കനൽക്കട്ടയെ ഒരു സർപ്പം, മൂർഖം പാമ്പ് ഇങ്ങനെ വരിഞ്ഞ് 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 ഒരു കരിക്കട്ടയെ ഇങ്ങനെ വരിഞ്ഞ് 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 മുറുക്കി ചുറ്റി കനൽക്കട്ടയെ കാണാൻ പോലും നിവർത്തിയില്ല, അത്രയ്ക്ക് വരിഞ്ഞു. എന്നിട്ട് ഈ കനൽക്കട്ടയുടെ മുകളിൽ പത്തി ഉടർത്തി ഇങ്ങനെ നിൽക്കുന്നു. ഏത് കരിക്കട്ടയെയും ഞാൻ ചുറ്റി പിടിക്കുമെടാ എന്ന് പറഞ്ഞ്, നിങ്ങൾക്കാർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് കരിക്കട്ടയെ ഇങ്ങനെ ചുറ്റി 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 വരിഞ്ഞ് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു കനൽക്കട്ട കൊണ്ടിട്ട് കൊടുത്തു. എന്നാൽ പിന്നെ ഇതിനെ ചുറ്റ് എന്ന് പറഞ്ഞ് കൊണ്ടിട്ട് കൊടുത്തു. അതിനെ ചുറ്റാൻ തുടങ്ങി. ചുറ്റും തോറും അതിങ്ങനെ അവശനാകാൻ തുടങ്ങി. ഞാൻ അതെന്നാ പറ്റി? ചുറ്റും തോറും ഇത് അവശനാകാൻ തുടങ്ങി. ചുറ്റും തോറും ചുറ്റഴിയാൻ തുടങ്ങി. ഓ ചുറ്റും തോറും അതിൻ്റെ പത്തി നിന്റെ ശരീരം അങ്ങനെയുള്ള ശരീരമാണ്. നിന്നെ ചുറ്റാൻ പറ്റത്തില്ല. ഒരു ശക്തിക്കും നിന്നെ ചുറ്റാൻ പറ്റത്തില്ല. ചുറ്റിയാൽ അന്ന് ചുറ്റിയത് തന്നെ പിന്നെ ചുറ്റാൻ പറ്റത്തില്ല. കനൽക്കട്ടയെ ഒരു മൂർഖനും ചുറ്റത്തില്ല. കനൽക്കട്ടയെ ഒരു പഴയ പാമ്പിനും ചുറ്റാൻ പറ്റത്തില്ല. കനൽക്കട്ടയെ ഒരു സർപ്പത്തിനും ചുറ്റാൻ പറ്റത്തില്ല. ചുറ്റിയാൽ പിന്നെ ചുറ്റത്തില്ല. അത് അവസാനത്തെ ചുറ്റലാണ്. പിന്നെ അവനെ ചുറ്റിപ്പിടിച്ച് തല ഉയർത്തിപ്പിടിക്കാൻ കഴിയത്തില്ല. അതിനകത്തൊരു കനൽക്കട്ടയുണ്ട്. അത് കനൽക്കട്ടയെ ഉറപ്പരിക്കത്തില്ല. കനൽക്കട്ടയെ തേളിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കനൽക്കട്ടയെ സർപ്പത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കനൽക്കട്ടയെ ആഭിചാരകന്മാർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പീലാത്തോസിന്റെ മുദ്രയ്ക്ക് പോലും കനൽക്കട്ടയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിനകത്തൊരു ദഹിപ്പിക്കുന്ന അഗ്നിയുണ്ട്. കനൽക്കട്ട എങ്ങനെയാകാം? എങ്ങനെയാണ് കനൽക്കട്ടയാകുന്നത്? നമുക്ക് എങ്ങനെ കനൽക്കട്ടയാകാം? ഞാനൊരു വിറക, എനിക്ക് കനൽക്കട്ടയാകണം. ഞാൻ എന്തോ ചെയ്യണം? എന്നിൽ തീപിടുത്തം അതിന് നമ്മൾ തയ്യാറല്ല. നമ്മൾ തീപിടുത്തത്തിന് തയ്യാറല്ല. കനൽക്കട്ടയാകണം, പക്ഷെ തീപിടുത്തത്തിന് തയ്യാറല്ല. തീ പിടിക്കുമ്പോൾ അറിയാം, ഭയങ്കര കത്തൽ കിടക്കും. ചിലർ കാണുമ്പോന്നറിയാം തീ പിടിക്കുന്നുണ്ടോ ഇല്ലയോ. ചിലർ തീ പിടിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ? ചെറുതോട്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പിടിച്ചാലൊന്നും കനൽക്കട്ട കിട്ടത്തില്ല. ചേറ്റിക്ക് കാത്തി തീ നാളമായി മാറുമ്പോൾ അവസാനം വാരിഞ്ഞെടുക്കും കനൽക്കട്ടകളെ. ഓ ജീസസ്, കനൽക്കട്ടയായി മാറണമെങ്കിൽ തീയുടെ അടുക്കിലേക്ക് ചെല്ലണം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരാം. ആളിക്കത്തുന്ന തീ എന്തെന്ന് കാണുവാൻ വായിച്ച ഭാഗം. എങ്ങനെ കനൽക്കട്ടയാകാം? കനൽക്കട്ടയാകണമെങ്കിൽ തീപിടുത്തത്തിന്റെ അടുക്കിലേക്ക് ചെല്ലണം. എവിടെയാണോ തീപിടുത്തത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് ആ തീക്കകത്തോട്ട് ചെന്ന് ചേരണം. തീയുടെ അടുക്കിലോട്ട് നടന്നു ചെല്ലണം. തീയിലോട്ട് ചേർന്ന് മടക്കണം.
തീക്കകത്താകണം. അപ്പോൾ നമ്മൾ കത്തി കനൽക്കട്ടയാകും. വായിച്ചേ. ആളിക്കത്തുന്ന തീ എന്തെന്ന് കാണുവാൻ അവൻ തീയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. കണ്ടോ, ദൂരെ നിന്ന് നോക്കിയാൽ കനൽക്കട്ടയാകില്ല. ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് തീയെ അളന്നാൽ നീ കനൽക്കട്ടയാകില്ല. ആളിക്കത്തുന്ന തീ കത്തുകയോ കത്താതിരിക്കുകയോ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നീ പറഞ്ഞുകൊണ്ട് മടന്നാൽ ഒരിക്കലും നീ കനൽക്കട്ടയാകില്ല. ആളിക്കത്തുന്ന തീയുടെ അളവെടുത്തോണ്ട് മടന്നാൽ നീ കനൽക്കട്ടയാകില്ല. തീ ആളിക്കത്തുന്നു, വൃക്ഷക്കൊമ്പുകൾ കത്തുന്നില്ല, ചാമ്പലാകുന്നില്ല. ഇതെന്തോന്ന് തീ? തീ കത്തുന്നുണ്ട്, പക്ഷേ ചാമ്പലാകുന്നില്ല. തീ കത്തുന്നുണ്ട്, വിറക് വൃക്ഷങ്ങൾ കത്തുന്നുണ്ട്, പക്ഷെ ചാമ്പലാകുന്നില്ല. വൃക്ഷത്തെ ചാമ്പലാക്കാനല്ല കത്തുന്നത്, നിന്നെ ചാമ്പലാക്കി നിന്നിൽ നിന്ന് കനൽക്കട്ടകളെ വാരിയെടുത്ത് മിസ്രൈമിൽ വാരിയെറിയാനാണ് ദൈവം കത്തിക്കൊണ്ട് നിൽക്കുന്നത്. ദൈവത്തിന് നിന്നെയാണ് വേണ്ടത്. ആളിക്കത്തുന്ന വിറകുകളൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് മോശയെ നിന്നെയാണ്. നിന്നെ കനൽക്കട്ടയാക്കി മാറ്റി നിന്റെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് എന്റെ ജനത്തെ പുറപ്പെടുവിക്കുവാൻ എനിക്ക് നിന്നെ വേണം, ഒരു കനൽക്കട്ടയായി. ദൈവത്തിന് വേണ്ടത് നിന്നെയാണ്. ദൈവത്തിന് വേണ്ടത് നിന്നെയാണ്. ദൈവത്തിന് വേണ്ടത് നിന്നെയാണ്. അവന് നീ മാറി നിന്നാൽ പറ്റത്തില്ല. ആളിക്കത്തുന്ന തീ എന്തെന്ന് കാണാൻ നീ തീയുടെ അടുക്കിലേക്ക് വരണം. അഭിഷേകത്തിന്റെ അടുക്കിലേക്ക് വരണം. ആത്മമണ്ഡലത്തിന്റെ തീക്കകത്തോട്ട് വരണം. ദൈവകൃപയുടെ തീക്കകത്തോട്ട് വരണം. ദൈവശക്തിയുടെ തീക്കകത്തോട്ട് വരണം. നീ തീയും അളന്നുകൊണ്ട് മടന്നാൽ നിനക്ക് ഒരിക്കലും തീക്കനലായി മാറാൻ പറ്റത്തില്ല. നീ കനൽക്കട്ടയായി അഭിഷേഷിക്കും, പക്ഷെ തീക്കനലായി മാറി 400 വർഷമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഫറവോന്റെ ബന്ധനങ്ങളെ അറുത്തുകൊണ്ട് ഫറവോന്റെ കൊട്ടാരങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് തന്റെ ജനമായിരിക്കും ഇസ്രായേലിനെ നീ പുറത്തു കൊണ്ടുവരണമെങ്കിൽ മന്ത്രമാപത്തിന്റെയും ആഭിചാരത്തിന്റെ ശുദ്രത്തിന്റെയും ശക്തികളെ ദഹിപ്പിച്ചുകൊണ്ട് എന്റെ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരണമെങ്കിൽ നീ കനൽ കട്ടയായി മാറണം. അവന് നീ തീ ആളിക്കത്തുന്നിടത്തേക്ക് വരണം. ആളിക്കത്തുന്ന തീയെ ദൂരെ നോക്കിക്കൊണ്ട് നീ കളിയാക്കി പോയാൽ നീ ഒരിക്കലും കനൽക്കട്ടയാകില്ല. ആളിക്കത്തുന്ന തീയെ നീ അളക്കാൻ നിന്ന് കഴിഞ്ഞാൽ നീ അളന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ഒരിക്കലും നീ കനൽക്കട്ടയായി കരിക്കട്ടയായി മാറുകയുള്ളൂ. ലോകം മുഴുവനും അടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ കുറ്റങ്ങളും കുറ്റാരോപണങ്ങളുമാണ് നീ പറഞ്ഞുകൊണ്ട് മടക്കുന്നതെങ്കിൽ ഇതെന്നാ തീ? ആര് കത്തിച്ച തീ? എങ്ങനത്തെ തീ? വിറക് കത്തുന്നില്ലല്ലോ, വൃക്ഷം കത്തുന്നില്ലല്ലോ, ഇല കത്തുന്നില്ലല്ലോ, അത് കത്തുന്നില്ലല്ലോ, ഇത് കത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചുകൊണ്ടാണ് മടക്കാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ നിന്റെ ജന്മത്തിൽ നീ കനൽക്കട്ടയായി മാറുകയില്ല. കരിക്കട്ടയായി തന്നെ നീ മാറും. കുറവും കുറ്റവും ഉള്ളവർ ആരും തന്നെ ഈ ഭൂമിയിലില്ല. എല്ലാവരും ജീവിതത്തിൽ എല്ലാവരും കുറവും കുറ്റവും ഉള്ളവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവമേ എന്നെ ഒന്ന് ദഹിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ ഈ കാലഘട്ടത്തിൽ ഫറവോന്റെ കൊട്ടാരത്തെ തീ പിടിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ നിന്റെ മേൽ ദൈവമേൽപ്പിച്ച് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നീ തീ അളക്കരുത്, നീ തീ അളക്കാൻ പോകരുത്, നീ തീയെ കുറ്റം പറയാൻ പോകരുത്. നിന്നെ അത് എരിപ്പിച്ച് നിന്നെ അത് എരിച്ചു കളയും, നിന്നെ അത് ദഹിപ്പിച്ചു കളയും. ആളിക്കത്തുന്ന തീയെ നോക്കിക്കൊണ്ട് ആരാണത് തീയിട്ടത്? ആരാണ് തീയിട്ടത്? എന്നാണ് തീയിട്ടത്? എവിടെ വെച്ചാണ് തീയിട്ടത്? എങ്ങനെയാണ് തീയിട്ടത്? പെട്രോളാണോ, മണ്ണെണ്ണയാണോ, ഡീസലാണോ? എങ്ങനെയാണ് തീയിട്ടത്? ഏത് വിറകൊണ്ടാണ് തീയിട്ടത്? ആരാണ് തീയിട്ടത്? തീയിട്ടവന്റെ ഗോത്രമേത്, വംശമേത്? ഇതെല്ലാം കുറ്റം പറഞ്ഞു നോക്കിക്കൊണ്ട് മടന്നാൽ 100,000 കുറ്റം നിനക്ക് പറയാൻ കഴിയും. പക്ഷേ മോശ അതൊന്നും നോക്കിയില്ല. ആളിക്കത്തുന്ന തീ, തീ കത്തുന്നു, പക്ഷേ വൃക്ഷങ്ങൾ കത്തി അമരുന്നില്ല. ആ തീ എന്തെന്ന് കാണാൻ അവൻ അടുക്കിലേക്ക് ചെന്നു. എങ്ങോട്ട് ചെന്നു? തീയുടെ അകത്തോട്ട് ചെന്നു. തീക്കകത്തോട്ട് ചെന്നു. അവൻ എങ്ങോട്ട് ചെന്നു? തീക്കകത്തോട്ട് ചെന്നു. തീയുടെ അകത്തോട്ട് ചെന്നു. തീയുടെ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ തീക്കകത്തു നിന്നൊരു ശബ്ദം, മോശയെ
സംസാരിക്കുന്ന തീ, സംസാരിക്കുന്ന തീ കനൽ, സംസാരിക്കുന്ന തീ. ഈ തീയുടെ പേരാണ് സംസാരിക്കുന്ന തീ. ഈ തീയുടെ അടുക്കൽ ആരെങ്കിലും വന്നാൽ ഈ തീ സംസാരിച്ചു കളയും. ആരെങ്കിലും ഈ തീയുടെ അടുക്കലോട്ട് വന്ന് ആ തീ മിണ്ടാതിരിക്കത്തില്ല, ആ തീ സംസാരിക്കും. മോശായേ, മോശായേ, നിന്റെ ചെരുപ്പ് കത്തി ചാമ്പലാകുന്നതിന് മുമ്പ് നിന്റെ ചെരുപ്പിനെ ഊരിക്കളയണം. കൽവറയുടെ രക്തത്താൽ തീക്കകത്തോട്ട് ഇറങ്ങി ചെല്ലുന്ന മോശം ഒരു തീക്കനലായി മാറുകയാണ്. മന്ത്രവാദികളും ശകുനവാദികളെയും തീയിട്ട് ദഹിപ്പിക്കുന്ന ഒരു അഗ്നികുണ്ഡമായി ഇവിടെ ഇതാ മോശം മാറുകയാണ്. ഫറവോന്റെ കൊട്ടാരത്തെ ഇളക്കി മറിക്കുന്ന ഒരു തീക്കനലായി മാറാൻ പോകുകയാണ്. മിസ്രയീമിനെ തീയിടുന്ന ഒരു തീയുടെ അഭിഷേകം ദൈവം അവന്റെ മേൽ പകരുകയാണ്. ആയിരക്കണക്കിന് പാമ്പുകളെ വിഴുങ്ങുന്ന, എരിച്ചു കളയുന്ന ഒരു അഭിഷേകത്തിന്റെ കനൽ അവന്റെ മേൽ വന്ന് വീഴുകയാണ്. നീ ഒരു കനൽക്കട്ടയായി മാറും. നീ തീക്കകത്ത് വന്ന് കയറണം. നീ തീക്കകത്ത് വന്ന് വീണാല് നീ കനൽക്കട്ടയായി മാറൂ. നീ കത്തി പിടിക്കണം. ദൈവം മോശയോട് പറയുന്നു, മോശായേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയോ ആളിക്കത്തുന്ന തീയുടെ സ്ഥലമാകയോ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളകോ. നീ മുഴുവനായി ഒന്ന് തീ പിടിക്കട്ടെ. മോശയുടെ ദൈവം പറയുമ്പോൾ ഞാൻ നിന്നെ കത്തിക്കാൻ പോവുകയാണ്, നിന്നെ ഞാൻ കത്തിക്കാൻ പോവുകയാണ്. ഇവിടെ ചെരുപ്പ് പാടില്ല. ഫറവോന്റെ കൊട്ടാരത്തിലിട്ട് ചവിട്ടി മെതിച്ച ചെരുപ്പ്, രക്തത്തിന്റെ കറ പുരണ്ട ചെരുപ്പ്, മിഥ്യാന പുരോഹിതന്റെ ആടുകളെ മേച്ചുകൊണ്ട് ഓരോന്നിന്റെ പർവ്വതത്തിന്റെ വടക്കോട്ട് തെക്കോട്ട് പടിഞ്ഞാറോട്ടും നീ ചവിട്ടി മെതിച്ച നിന്റെ പാപത്തിന്റെ ചെരുപ്പ്, ഓ ഇന്നലെയുടെ ചെരുപ്പുകൾ ഉടവൻ ആകാപ്പയിടത്ത മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്ത നിന്റെ ചെരുപ്പ് കൂടെ നിന്റെ പാദത്തിൽ നിന്ന് അഴിച്ചു ദൂരക്കളാം. നിന്റെ പാദമൊന്ന് കത്തട്ടെ, നിന്റെ കാലുകളൊന്ന് കത്തട്ടെ. അതുമാത്രമല്ല, ജീവിതത്തിൽ വലിച്ചിട്ട് കൊണ്ട് മടക്കുന്ന ചെലവ് വലിച്ചെറിഞ്ഞുകള നിന്നെ മുഴുവനായിട്ട് അവനൊന്ന് കത്തിക്കട്ടെ. ചെരുപ്പഴിച്ചു മാറ്റി. പാപത്തിന്റെ ചെരുപ്പ്, ശാപത്തിന്റെ ചെരുപ്പ്, പാരമ്പര്യത്തിന്റെ ചെരുപ്പ്, ഞാനെന്ന പാപമെന്നുള്ള ചെരുപ്പ്. എനിക്ക് എവിടെയും ചവിട്ടിക്കയറാൻ ഒരു മുള്ളും എന്നെ തൊടില്ല. ഒരു കാലിലും പാണിക്കും എന്നെ തൊടാൻ പറ്റത്തില്ല. ഒരാണിക്കും എൻ്റെ കാലിനെ തൊടാൻ പറ്റത്തില്ല. ഒരു ശക്തിക്കും എന്നെ തൊടാൻ പറ്റത്തില്ല. ഞാനിട്ടിരിക്കുന്ന ചെരുപ്പില്ലേ ഒരു മുള്ളിനും തൊടാൻ പറ്റത്തില്ല. ഒരാണിക്കും പൊത്തു കയറാൻ പറ്റത്തില്ല. ഞാനെന്നുള്ള പാപമില്ലേ, അതെല്ലാം നീ അഴിച്ചു മാറ്റണം. നിന്നെ ഞാൻ കത്തിക്കുമ്പോൾ നിന്റെ കാലിൽ ചെരുപ്പ് പാടില്ല. നിന്നെ ഞാൻ കത്തിക്കുന്നത് നിന്റെ തല മാത്രമല്ല, നിന്റെ കൈ മാത്രമല്ല, നിന്നെ മുഴുവൻ ഞാൻ കത്തിക്കാൻ പോവുകയാണ്. നിന്നെ കത്തിച്ചിട്ട് നിന്നെ ഞാൻ കനലാക്കി മാറ്റും. എന്നിട്ട് മിസ്രയീമിൽ നിന്നെ എറിയും ഞാൻ. ഓ മിസ്രയീമിലേക്ക് നിന്നെ ഞാൻ എറിയും. മിസ്രയീമിലേക്ക് ഞാൻ നിന്നെ എറിയും. നീ ചെന്ന് വീഴുന്നത് ഫറവോന്റെ കൊട്ടാരത്തിലായിരിക്കും. അവിടെ തീപിടുത്തമുണ്ടാകും. നീ ചെന്ന് വീഴുന്നത് മന്ത്രവാദിയുടെ ഇടയിലായിരിക്കും. അവിടെ തീപിടുത്തമുണ്ടാകും. നീ ചെന്ന് വീഴുന്നത് ചെങ്കടലിന്റെ കരയിലായിരിക്കും. അവിടെ തീപിടുത്തമുണ്ടാകും. നീ ചെന്ന് വീഴുന്നത് ശത്രുക്കളുടെ സാമ്രാട്ടത്തിലായിരിക്കും. അവിടെ ദൈവത്തിന്റെ തീപിടുത്തമുണ്ടാകും. കാരണം ആളിക്കത്തുന്ന തീക്കകത്ത് വെന്തവനെ നീ ഇനി മാറുന്നത് കനൽ കട്ടയായിട്ടാണ് നീ മാറാൻ പോകുന്നത്. നിന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു ഇരുളിന്റെ ശക്തിക്ക് നിന്റെ രോമത്തെ തൊടാൻ കഴിയത്തില്ല. കാരണം നിന്റെ രോമം മുഴുവനും തീയ. നീ മുഴുവനും തീയ. നീ ഒരു കനൽ കട്ടയോ, നീ ആളിക്കത്തുന്ന ഒരു പർവ്വതം